ഒരു നല്ല ക്രൈം ത്രില്ലർ പുസ്തകത്തിന് 300-400 പേജുകളെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ അടുത്തിടെ വളരെ ചുരുങ്ങിയ പേജുകൾ എഴുതിയിരിക്കുന്ന മികച്ച ധാരാളം ക്രൈം ത്രില്ലർ പുസ്തകങ്ങൾ വായിക്കാൻ സാധിച്ചു. അതിൽ നിന്നൊരു പുസ്തകമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വി ജോൺ എഴുതിയ 7 ലിറ്റിൽ മങ്കീസ്. കഥ ആരംഭിക്കുന്നത് 5 വയസ്സുകാരനായ അദ്വൈതിന്റെ തിരോധാനത്തിൽ നിന്നാണ്. ഒരു യുവ ചിത്രകാരനായിരുന്നു അദ്വൈത്. 5 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ അദ്വൈതിന്റെ ചിത്രങ്ങൾ ശ്രദ്ധേയമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്വൈതിന്റെ തിരോധാനത്തെ തുടർന്ന് പോലീസിന്റെ മേൽ ജനങ്ങളുടെയും ഗവൺമെന്റിന്റെയും സമ്മർദ്ദം വളരെ കൂടുതലായിരുന്നു. തൊട്ടടുത്ത ദിവസം വീടിനടുത്തുള്ള പുഴക്കരയിൽ നിന്നും അദ്വൈതിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. തുടർന്ന് ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഈ കൊലപാതകത്തിൽ പ്രതി എന്ന നിലയിൽ പിടിയിലാവുകയും ചെയ്യുന്നു. എന്നാൽ ആ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ആൽബി എന്ന പോലീസ് കോൺസ്റ്റബിളിന്റെ സുഹൃത്തായ റിച്ചാർഡിന് ഈ കൊലപാതകത്തെക്കുറിച്ചും അവിടെയുള്ള തെളിവുകളെക്കുറിച്ചുമൊക്കെ ചില സംശയങ്ങൾ തോന്നുന്നു. അധികം വൈകാതെ തന്നെ റിച്ചാർഡിന്റെ ആ സംശയങ്ങൾ പ്രസക്തമാണെന്ന് തെളിയുകയും ചെയ്യുന്നു. അദ്വൈത് കൊല്ലപ്പെടുന്നതിന് മുമ്പ് നഗരത്തിലെ പ്രശസ്തനായ റിട്ടയർഡ് ജഡ്ജി ശങ്കറിന് ഒരു വാട്സപ്പ് മെസ്സേജ് ലഭിക്കുന്നു. ഒരു കുട്ടിയുടെ കൈയുടെ ചിത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. കൈമുട്ടിന് താഴെയായി 7 എന്ന അക്കവും ഒരു കുരങ്ങന്റെ ചിത്രവും ഉണ്ടായിരുന്നു. അദ്ദേഹം റിച്ചാർഡുമായി ബന്ധപ്പെടുകയും ഈ കേസ് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ട് അന്വേഷിക്കാൻ റിച്ചാർഡിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ തന്റെ ചിരകാല സ്വപ്നം റിച്ചാർഡ് സാക്ഷാത്കരിക്കുകയാണ്. ഒരു കേസ് അന്വേഷണത്തിലേക്ക് നേരിട്ട് റിച്ചാർഡ് ഇറങ്ങിത്തിരിക്കുന്നു. ഒരു സീരിയൽ കില്ലറിന്റെ സാന്നിധ്യം ആദ്യം തന്നെ റിച്ചാർഡ് സംശയിക്കുന്നുണ്ട്. അധികം വൈകാതെ ആ സംശയങ്ങൾ സത്യമാണെന്ന് തെളിയുകയും ചെയ്യുന്നു. ഇനി സംഭവിക്കാനിടയുള്ള കൊലപാതകങ്ങൾ തടയാൻ റിച്ചാർഡിന് സാധിക്കുമോ? ആരായിരിക്കും ആ സീരിയൽ കൊലയാളി? 125 പേജുകളിൽ ശരിക്കും മികച്ചൊരു വായനാനുഭവം തന്നെയാണ് 7 ലിറ്റിൽ മങ്കീസ് എനിക്ക് സമ്മാനിച്ചത്. വളരെ ലളിതമായ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ തുടക്കക്കാർക്കും ത്രില്ലർ പ്രേമികൾക്കും ഒരുപോലെ ഈ പുസ്തകം ആസ്വദിക്കാൻ സാധിക്കും.